ഉരുളക്കിഴങ്ങും സേവനാഴിയും ഉപയോഗിച്ച് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് നല്ലപോലെ ആറി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ഗ്രേറ്ററിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഒട്ടും കട്ടകളില്ലാതെ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രേറ്ററിലൂടെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തോളൂ. അതാവുമ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സറിൻ്റെ ജാറിലിട്ടിട്ടും അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അന്നേരം ഉരുളക്കിഴങ്ങിൻ്റെ ടെക്സ്ചർ വളരെയധികം മാറിപ്പോവും, ഒരു പശ പോലെ രീതിയിലേക്കായി വരും. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയാണ് എനിക്കൊന്നും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് പൊടിച്ചെടുത്താലും മതി, പക്ഷേ ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നല്ല പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു വെളുത്തുള്ളി ചതച്ചതിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവ് കടലപ്പൊടി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്ത് ആ ഒരു പാകം കറക്റ്റാക്കി എടുക്കാനും പറ്റും. ഈ ഒരു 1.5 കപ്പ് അളവ് കടലപ്പൊടി എന്ന് പറയുന്നത് 5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന് പാകത്തിനായിരുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഏകദേശം 1/2 ടീസ്പൂണിനും 3/4 ടീസ്പൂണിൻ്റെ ഇടക്കായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആംചൂർ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഓപ്ഷനിലാണ്. ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. പച്ചമാങ്ങ പൊടിച്ചെടുത്തതാണ് ഈ ആംചൂർ പൗഡർ എന്ന് പറയുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു 5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന് എനിക്ക് 1.5 കപ്പ് അളവ് കടലപ്പൊടി പാകത്തിനായിരുന്നു. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒട്ടും തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കാത്ത കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് സേവനാഴിയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചില്ല് വെച്ച് കൊടുത്തിരിക്കുന്നത് നൂൽപുട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില്ലിനേക്കാളും ഒരല്പം വലുതായിട്ടുള്ള ചില്ലാണ്. നിങ്ങൾക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചില്ല് ഉപയോഗിച്ചും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ലപോലെ ആദ്യം ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം പാകത്തിന് കൂട്ടെടുത്തിട്ട് ഈ ഒരു സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ സേവനാഴിയിലേക്ക് ആവശ്യത്തിന് കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് നിറച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. എത്രയാണോ ആ ഒരു എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി പറ്റുക ആ ഒരു പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്നും പൊങ്ങി വരും. അതുപോലെ തന്നെ കുക്ക് ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, പെട്ടെന്ന് കളറ് മാറിപ്പോവും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വന്നതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഭാഗം കൂടെ ഫ്രൈ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു എണ്ണയുടെ ആ ഒരു പതയിൽ നിന്ന് കഴിഞ്ഞാലാണ് അത്
പാകത്തിന് കുക്കായി എന്ന് മനസ്സിലാകുക. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിനേക്കാളും ആ ഒരു ചെറിയ ചില്ലും കൂടെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുറുക്കിൻ്റെ ആ ഒരു രീതിക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് കിട്ടും. അതൊന്ന് ചെറുതായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില വെറുതെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ആ ഒരു കടലപ്പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടെ വരുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ആ ഒരു ഫ്ലേവറിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ ഒരു പലഹാരം നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതൊട്ടും തന്നെ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.